ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രതിസ്ഥാനത്തുണ്ടായി പിന്നീട് ജയിലിൽ പോകേണ്ടി വന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ പത്മകുമാറിനെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിവസം പാർട്ടി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വാർത്ത പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്ന തരത്തിലായിരുന്നു. അത്തരമൊരു വാർത്ത പുറത്തു വന്ന സാഹചര്യത്തിൽ അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ നടത്തി. ഒന്നാമത് അദ്ദേഹം പറഞ്ഞത്, ശബരിമലയിൽ സുപ്രീം കോടതി വിധിയുടെ മറപിടിച്ച് യുവതികളെ പ്രവേശിപ്പിച്ച ദിവസം താൻ സന്നിധാനത്തുണ്ടായിരുന്നില്ല. ദേവസ്വം പ്രസിഡന്റായിരുന്ന താൻ മാത്രമല്ല, സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ശ്രീജിത്ത് IPS-ഉം സന്നിധാനത്തുണ്ടായിരുന്നില്ല. ഞങ്ങളെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി എന്നാണ്, ബോധപൂർവം വിളിച്ചു വരുത്തിയതാണ്. തങ്ങൾ സന്നിധാനത്തുണ്ടായിരുന്നെങ്കിൽ ശബരിമലയിൽ യുവതികൾ കടക്കില്ലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, പാർട്ടി നടപടി വരട്ടെ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ തുറന്നു പറയും എന്ന് അദ്ദേഹം പറഞ്ഞു. എന്തായാലും പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാനുള്ള ത്രാണി കാണിച്ചില്ല. അതായത് കൃത്യമായ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള ആർജവം പാർട്ടി കാണിക്കാത്തത് പത്മകുമാറിന് ഭയന്നിട്ടാണെന്ന് ഒരു വിഭാഗം പ്രവർത്തകന്മാർ ഇപ്പോഴും വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിലെ ഒരു വലിയ വിഭാഗം ആളുകൾ പറയുന്നത് പത്മകുമാറിനെ പാർട്ടിക്ക് ഭയമാണ്, അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സസ്പെൻഷനിൽ ഒതുക്കിയത്. പത്മകുമാറിനെതിരെ നടപടിയെടുത്തിരുന്നെങ്കിൽ പത്മകുമാർ പലതും പറയുമായിരുന്നു. അത് ഉന്നത നേതാക്കന്മാർ അടക്കമുള്ളവർക്ക് വിനയായി മാറും. ദേവസ്വം വകുപ്പ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്ക് സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തുമോ എന്നൊരു ആശങ്ക പാർട്ടി നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കുന്നതിന് പകരം സസ്പെൻഷനിൽ ഒതുക്കിയത് എന്ന് പലരും അടക്കം പറയുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും പത്മകുമാറിനെ CPM ഭയന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. പത്മകുമാറിന് CPM ഭയന്നിട്ടുണ്ട്. പത്മകുമാർ അല്ലെങ്കിൽ പാർട്ടി എടുക്കുന്ന നിലപാടനുസരിച്ചായിരിക്കും താൻ ഇനി തുറന്നു പറയണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് എന്നൊരു നിലപാടാണ് ആദ്യം മുതലേ പത്മകുമാർ എടുത്തത്. എന്നാൽ തനിക്കെതിരായിട്ടൊരു ശക്തമായ ഒരു വികാരം പാർട്ടിക്കുള്ളിലുണ്ടെന്ന് പത്മകുമാറിന് അറിയാം. രണ്ട് വലിയ പരാജയത്തിന്റെ കാരണം വെള്ളാപ്പള്ളി നടേശനാണ്, അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയെ ഒപ്പം ചേർത്ത് പിടിച്ചതാണ് എന്ന് പറയുമ്പോൾ പോലും തിരിച്ചടിയായത് പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതിരുന്നതും പത്മകുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് എന്ന് പറയുമ്പോൾ തന്നെയാണ് ഒരു പുതിയൊരു തീരുമാനത്തിലേക്ക് എത്തുമോ അല്ലെങ്കിൽ പത്മകുമാറിനെ പുറത്താക്കുമോ എന്നൊരു ചോദ്യം നിലനിന്നിരുന്നത്. പത്മകുമാറിനെ ധൈര്യമായി പാർട്ടി CPM-ൽ നിന്ന് പുറത്താക്കിയിരുന്നുവെങ്കിൽ ഈ പറയുന്ന പോലെ ഭയക്കേണ്ട കാര്യമില്ലായിരുന്നു, അല്ലെങ്കിൽ CPM ആരെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല എന്നൊരു നിലപാടും ഒരു മെസ്സേജും പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തുമായിരുന്നു. എന്നാൽ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പത്മകുമാർ ഒന്നും പറയാൻ പാടില്ല, പുറത്താക്കിയാൽ പത്മകുമാർ തുറന്നു പറയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ CPM-ന്റെ പല മുതിർന്ന നേതാക്കളും മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിമാരടക്കമുള്ളവരുടെ പേര് പറയുമോ, അവർക്ക് സ്വർണ്ണക്കൊള്ളയുമായിട്ടുള്ള പങ്ക് എന്താണെന്ന് പറയുമെന്നുള്ള നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ചോദ്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ, അല്ലെങ്കിൽ അത്തരം ഒരു പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ വീണ്ടും കൊണ്ട് എത്തിക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കണം ഇത്തരം ഒരു സസ്പെൻഷനിൽ ഒതുക്കിയത്. പക്ഷെ അതിനി മറ്റ് സാധാരണക്കാരായ അണികളും നേതാക്കളും പ്രവർത്തകരും അംഗീകരിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. കാര്യം ആദ്യം മുതൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നിന്നൊക്കെ ആദ്യം മുതൽ പറയുന്നുണ്ട് പത്മകുമാറിനെ പുറത്താക്കണം. അവരൊരു സസ്പെൻഷൻ അല്ല പറയുന്നത്, പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്നാണ്. പക്ഷെ പുറത്താക്കിയാൽ പത്മകുമാർ പലരെയും കുടുക്കും, അല്ലെങ്കിൽ പലരുടെ പേരുകളും സത്യാവസ്ഥയും പത്മകുമാർ പറയുമെന്നുള്ള ഭയം CPM-നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇത്തരമൊരു നിലപാടെടുത്തത്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് താൻ അവിടെ ഇല്ലായിരുന്നു എന്നും തന്നെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു എന്ന് പത്മകുമാർ പറയുമ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞ മറുപടി, അയ്യപ്പന്റെ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ ഒരാൾക്ക് മറുപടി പറയേണ്ട ആവശ്യം എനിക്കോ പാർട്ടിക്കോ ഇല്ലെന്നാണ്. അങ്ങനെ അയ്യപ്പന്റെ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ, അല്ലെങ്കിൽ അയ്യപ്പന്റെ സ്വർണം കട്ടതിൽ പങ്കുണ്ട് എന്ന് CPM വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, MV ഗോവിന്ദൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു സസ്പെൻഷനിൽ ഒതുക്കിയെന്നൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കില്ല? സ്വർണം കട്ട ആളാണ് എന്നൊരു തോന്നൽ CPM-നകത്തുണ്ടായിരുന്നെങ്കിൽ ആദ്യമേ തന്നെ നടപടി എടുക്കേണ്ടതായിരുന്നു. ആദ്യമേ ഒരു നടപടിയും എടുക്കുന്നില്ല. തെരഞ്ഞെടുപ്പിലുണ്ടായ രണ്ട് വലിയ പരാജയം എന്നിട്ടും തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ എന്നിട്ടും നടപടി എടുക്കുന്നില്ല. നടപടിയിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ പത്മകുമാർ തിരിച്ചടിക്കും, അല്ലെങ്കിൽ പത്മകുമാർ എല്ലാ കാര്യവും തുറന്നു പറയും എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ CPM നന്നായി ഭയന്നിട്ടുണ്ട്. പത്മകുമാറിന് ഇത്രത്തോളം ഭയക്കണമെങ്കിൽ പത്മകുമാർ പറയാൻ പോകുന്നത് ചെറിയ നേതാവിന്റെ പേരായിരിക്കില്ല, അല്ലെങ്കിൽ CPM-ന്റെ അകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടാകാൻ പോകുന്ന തരത്തിലുള്ള ആരുടെയെങ്കിലും ഒക്കെ പേരായിരിക്കണം പത്മകുമാറിന് പറയാനുള്ളത്. അത് MV ഗോവിന്ദനും പിണറായി വിജയനും അത്രയും അടുപ്പമുള്ള, അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കുന്ന നേതാക്കളായിരിക്കണം. കാര്യം സ്വാഭാവികമായും അവർക്കൊപ്പം നിൽക്കാത്ത, അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് മറ്റഭിപ്രായമുള്ളവരാണെങ്കിൽ പത്മകുമാറിനെ പണ്ടേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും അവരുടെ പേര് പറയാനുള്ള സാഹചര്യത്തിലേക്കൊക്കെ CPM, പ്രത്യേകിച്ച് MV ഗോവിന്ദൻ പിണറായി വിജയൻ എത്തുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കുന്നത് ആരെയൊക്കെ സംരക്ഷിക്കാനാണ്? സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്തുള്ള മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. അപ്പൊ പിണറായി വിജയൻ ഇതിൽ പങ്കുണ്ടോ എന്നൊരു ചോദ്യം പോലും പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. കാര്യം പത്മകുമാറിനെ ഇന്നും ചേർത്ത് പിടിക്കുന്ന നിലപാട് എന്താണ്, അല്ലെങ്കിൽ ആരെ സംരക്ഷിക്കാനാണെന്നൊരു ചോദ്യമുണ്ട്. പിണറായി വിജയനെ MV ഗോവിന്ദനും നേരിട്ട് ബാധിക്കാത്ത പല വിഷയങ്ങളിലും അവരെടുക്കുന്ന നിലപാടുകളും നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരെ സംരക്ഷിക്കാനാണെന്നൊരു ചോദ്യമുണ്ട്. എന്തായാലും പത്മകുമാർ ഇനി തുറന്നു പറയുമോ എന്നൊരു ചോദ്യമുണ്ട്. തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിന് പത്മകുമാർ തുറന്ന് എന്തെങ്കിലും ഒരു കാര്യം കൂടി പറയുമെന്ന്. ആദ്യം ഒന്ന് ഭയപ്പെടുത്താനാണ് സ്ത്രീ പ്രവേശനവുമായി
ബന്ധപ്പെട്ട കാര്യം പറഞ്ഞതെങ്കിൽ എന്നെ സസ്പെൻഡ് ചെയ്തതല്ലേ, കുറച്ചുകൂടി കാര്യം പറയാമെന്ന് കരുതി പത്മകുമാർ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് CPM വലിയ തിരിച്ചടിയാവും. പത്മകുമാർ തുറന്നു പറഞ്ഞാൽ CPM അകത്ത് വലിയ ആഭ്യന്തര കലഹത്തിലേക്ക് എത്തും. എന്നാൽ പത്മകുമാറിനെ സസ്പെൻഡ് ചെയ്തത് എന്തുകൊണ്ട് പുറത്താക്കിയില്ല എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ ഇന്നും CPM കഴിയില്ല. ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും പാർട്ടിക്കകത്ത് ആഭ്യന്തര കലഹത്തിലേക്കുള്ള കാര്യം കൊണ്ടെത്തിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തിന് പത്മകുമാറിനെ ചേർത്ത് നിർത്തുന്നു എന്ന CPM ചോദ്യം, എന്തുകൊണ്ട് പത്മകുമാർ ഇത്രത്തോളം ഭയക്കുന്നു എന്നുള്ള ചോദ്യം, ഇത്തരം ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാൻ CPM എന്ന് കഴിയുന്നോ ആ സമയത്ത് മാത്രമായിരിക്കും അണികളും സാധാരണക്കാരായ പ്രവർത്തകരും പാർട്ടിക്കൊപ്പം നിൽക്കുക. അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് നിന്ന് പാർട്ടിയെ വിമർശിച്ചുകൊണ്ടിരിക്കും. പണ്ടൊന്നും ഇത്രത്തോളം CPM അകത്തുനിന്ന് ഒരു വിമർശനം സ്വന്തം പാർട്ടിയിൽ ഉണ്ടാകാറില്ല. ഇപ്പൊ കോൺഗ്രസിലൊക്കെയാണ് എല്ലാ കാര്യത്തിനും വിമർശിക്കുകയും അഭിപ്രായം പറയുകയും ജനാധിപത്യ പാർട്ടിയാണ് എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറയാം. പക്ഷേ CPM അങ്ങനെ ഒരു ചിട്ടവട്ടം ഉണ്ടായിരുന്നില്ല. എന്നാൽ 2 തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയം, പാർട്ടിക്ക് അകത്തു നിന്ന് തന്നെ വലിയ രീതിയിലുള്ള ആഭ്യന്തര കലഹമുണ്ട്. പല നേതാക്കളെയും അംഗീകരിക്കാത്ത രീതിയിലേക്ക് പാർട്ടി മാറിയിട്ടുണ്ട്. പാർട്ടി രക്ഷപ്പെടണമെന്ന് വിചാരിക്കുന്ന സാധാരണക്കാരായ അണികളും പ്രവർത്തകരും നിരന്തരം പാർട്ടിക്കെതിരെ സംസാരിക്കുന്നുണ്ട്. അവർക്കാർക്കും പത്മകുമാറിനെതിരെ എടുത്ത ഈ ഒരു നടപടി അല്ലെങ്കിൽ സസ്പെൻഷൻ മതിയായിരുന്നു എന്നൊരു അഭിപ്രായം ഉണ്ടായിരിക്കില്ല. എന്തുകൊണ്ട് പുറത്താക്കില്ല എന്നുള്ള ചോദ്യമുണ്ട്. എന്തായാലും പത്മകുമാറിന്റെ അല്ലെങ്കിൽ ചെകുത്താന്റെ കടലിന്റെ നടുക്ക് എന്ന അവസ്ഥയാണ് CPM. പത്മകുമാറിനെ കൊള്ളാനും തള്ളാനും വയ്യാത്ത സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ പത്മകുമാർ എന്തെങ്കിലും ഒരു ബോംബ് കൂടി പൊട്ടിച്ചാൽ, സ്ത്രീ പ്രവേശനത്തിന്റെ വിഷയം പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു കാര്യം കൂടി പൊട്ടിക്കുകയാണെങ്കിൽ അത് CPM വലിയ തിരിച്ചടി തന്നെ. തീർച്ചയായും CPM സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് പറയാൻ സാധിക്കും. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം വീണ്ടും മുന്നോട്ട് വരാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് K മുരളീധരനാണ്, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് രമേശ് ചെന്നിത്തലയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ മാത്രമല്ല അക്കാലത്ത് മറ്റു ചില ക്ഷേത്രങ്ങളിലും സ്വർണം ഉൾപ്പെടെയുള്ളവ മോഷണം പോയിട്ടുണ്ടെന്ന് വ്യാപകമായ പരാതി ഉയർന്നിരുന്നു. ആ കേസുകളിലൊന്നും കാര്യക്ഷമമായ അന്വേഷണം നടന്നിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പത്മകുമാറിനെ സംരക്ഷിച്ച് നിർത്തുന്നത് ഇപ്പോൾ CPM ഉത്തരവാദിത്തമാണ്. കാരണം പത്മകുമാർ എന്തെങ്കിലും പറഞ്ഞാൽ ആ രീതിയിലേക്ക് അന്വേഷണം പോയാൽ അത് പ്രമുഖർ ഉൾപ്പെടെയുള്ളവർക്ക് ജയിലിൽ പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന കൃത്യമായ ബോധ്യവും കൃത്യമായ വിവരവും CPM ആ ഒരു പശ്ചാത്തലത്തിലാണ് പത്മകുമാറിനെ ഗതിയില്ലാതെ CPM സംരക്ഷിച്ച് അദ്ദേഹത്തെ ഒരു സസ്പെൻഷനിൽ ഒതുക്കി നിർത്തുന്നത്. പക്ഷേ പത്മകുമാറിനെ സസ്പെൻഡ് ചെയ്തതിൽ പത്തനംതിട്ടയിലെ CPM അണികൾക്ക് വലിയ പ്രതിഷേധമുണ്ട്. അവർ പാർട്ടിയിൽ നിന്ന് ഇയാളെ പുറത്താക്കണമെന്ന നിലപാടുള്ളവരാണ്, ആവശ്യമുള്ളവരാണ്. കാരണം എപ്പോഴും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന നിലപാടാണ് പത്മകുമാർ സ്വീകരിച്ചത് എന്നാണ് പത്തനംതിട്ടയിലെ ഒരു വലിയ വിഭാഗം പ്രവർത്തകർ പറയുന്നത്. യുവതീ പ്രവേശന സമയത്ത് CPM സംസ്ഥാന കമ്മിറ്റി അടക്കം നേരിട്ടിറങ്ങി യുവതികളെ സന്നിധാനത്തെത്തിക്കാൻ ശ്രമം നടത്തിയപ്പോൾ അവിടെ CPM അനുകൂലികളായ മുൻ SFI നേതാക്കന്മാരായ DYFI നേതാക്കന്മാരായ പോലീസുകാരെ സന്നിധാനത്ത് വിന്യസിച്ച് അവരെ ഉപയോഗപ്പെടുത്തി സന്നിധാനത്തേക്ക് സ്ത്രീകളെ കയറ്റാൻ ശ്രമിച്ചപ്പോൾ അവിടെ കൃത്യമായ പ്രതിരോധം തീർത്തത് പത്മകുമാറായിരുന്നു. പലപ്പോഴും പല വിവരങ്ങളും ജനങ്ങൾക്ക്, അതായത് പ്രതിഷേധക്കാർക്ക് അറിയിച്ചു നൽകിയത് പത്മകുമാറാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ആ പത്മകുമാർ അന്ന് യുവതീ പ്രവേശനത്തിന് എതിരായി മാധ്യമങ്ങൾക്ക് മുമ്പാകെ അടക്കം പ്രതികരണം നടത്തിയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ പത്മകുമാർ CPM കണ്ണിലെ കരടാണ്. അദ്ദേഹം ഒരു വിശ്വാസിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ പത്മകുമാറിനെ CPM നടപടികൾക്ക് വിധേയനായി നിൽക്കാത്ത CPM വെല്ലുവിളിക്കുന്ന പത്മകുമാറിനെ എന്തിന് സംരക്ഷിക്കുന്നു എന്നൊരു ചോദ്യം സാധാരണക്കാരായ അണികൾ ഉന്നയിക്കുമ്പോൾ പത്മകുമാറിനെ സംരക്ഷിച്ചില്ലെങ്കിൽ ഉന്നത നേതാക്കന്മാർക്ക് പലർക്കും ജയിലിലേക്ക് പോകേണ്ടി വരുമെന്ന ബോധം CPM ഉന്നത നേതാക്കന്മാർക്കുണ്ട്. അതുകൊണ്ടാണ് പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതെ ഒരു സസ്പെൻഷനിൽ ഒതുക്കിയത്. ഇനിയും പത്മകുമാർ എന്തും പറയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചു എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് പത്മകുമാർ നാളുകളിൽ പറയുന്ന ഓരോ വാക്കും CPM കുരുക്കായി മാറും. അതോടൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാകുമ്പോൾ നമ്മൾക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, ഉന്നതരായ ആളുകൾ വീണ്ടും ജയിലിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ആ ഉന്നതരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ തന്നെ ആണ് അന്വേഷണ സംഘത്തിന്റെ ഒരു സാധ്യത. കാരണം ദേവസ്വം വകുപ്പ് ഇപ്പോൾ K മുരളീധരനാണ് കൈകാര്യം ചെയ്തത്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു വിശ്വാസി ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി എത്തിയത്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ശബരിമലയിൽ മാത്രമല്ല മറ്റ് ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നടന്ന ക്ഷേത്ര കുംഭകോണങ്ങളെ കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തും. ഉന്നതർ ഉൾപ്പെടെയുള്ളവർക്ക് ജയിലിൽ പോകാനുള്ള വഴി തുറന്നിരിക്കുകയാണ്.